അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അതിനെതിരായിട്ട് ഞാനിവിടെ കുറച്ച് മത്തി മീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുഞ്ഞൻ മത്തിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇനി ക്ലീൻ ചെയ്തെടുക്കാം. ഞാൻ കുഞ്ഞു മത്തി ആയതുകൊണ്ടാണ് 20 മത്തി എടുത്തിട്ടുള്ളത്. കുറച്ച് വലുപ്പമുള്ള മത്തിയാണെന്നുണ്ടെങ്കിൽ ഒരു 7 എടുത്താൽ മതിയാകും. മത്തി ക്ലീൻ ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പും വിനാഗിരിയും ഇട്ട് നല്ലതുപോലെ തിരുമി യോജിപ്പിച്ചിട്ട് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഉപ്പും വിനാഗിരിയൊക്കെ ചേർത്തിട്ട് കഴുകുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ മത്തി മീനാണ് എടുത്തിട്ടുള്ളത്. അതിന്റെ ചെതുമ്പലൊക്കെ കത്തി കൊണ്ട് ചുരണ്ടി ഇളക്കിയതിന് ശേഷം കഴുകി വൃത്തിയാക്കി എടുക്കുക. ഇനി ഒരു ബൗളിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 1/2 ടീസ്പൂൺ വെളുത്തുള്ളി അല്ലികൾ ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിന് പകരം നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണമെന്നുണ്ടെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ മുളക് പൊടിക്ക് അധികം എരിവില്ല. എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. വലിയ ജീരകം ഇതുപോലെ പൊടിച്ചോ അല്ലെങ്കിൽ ചതച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ചേർക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരിക്ക് പകരം നാരങ്ങ നീര് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ നിങ്ങൾ കടയിൽ നിന്നും വാങ്ങുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിൽ തന്നെ വിനാഗിരി ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഉപ്പും കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൽ അത്യാവശ്യം വിനാഗിരിയും ഉപ്പും ഒക്കെ ഉണ്ട്. ഈ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. നോക്കിയിട്ട് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് അതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഒരു 20 ചെറിയ മത്തിയാണ് എടുത്തിട്ടുള്ളത്. ഇനി കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ മസാലയൊക്കെ നല്ലതുപോലെ അതാ തിരുമ്മി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഉള്ളിലൊക്കെ മസാല തേച്ച് പിടിപ്പിക്കുക. ഇനി ഇത് മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം നമുക്ക് മൂടി റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പം നമ്മൾ മീൻ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് ഒരു 1/2 മണിക്കൂറായി. ഫ്രിഡ്ജിൽ വെക്കുകയോ അല്ലെങ്കിൽ പുറത്ത് വെച്ചിരുന്നാലും മതി. മീനിൽ മസാലയൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ട് തരിപ്പുണ്ട്. ഇനി ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് 2 or 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണ തന്നെ എടുക്കുക, എന്നാൽ മാത്രമേ പ്രത്യേക ഒരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടുള്ളൂ. വെളിച്ചെണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെണ്ണ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് മത്തി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മത്തി ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മത്തി ആയതുകൊണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. മത്തി ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. നമ്മൾ കുറച്ച് എണ്ണയല്ലേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരു വശം ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക. ഒരു വശം ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയം ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഈ വശവും ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. ഫ്ലെയിം കുറച്ച് തന്നെ വയ്ക്കുക. ഇപ്പോൾ 2 വശവും ഇതാ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റുക. ഫ്രൈ ചെയ്തെടുത്ത മത്തി ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. മീൻ ഫ്രൈ ചെയ്തെടുത്തിട്ട് ബാക്കിയുള്ള എണ്ണയിൽ ഒരു 10 വറ്റൽമുളക് ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ എണ്ണ മാറ്റിയിട്ട് വേറെ എണ്ണ വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഒരു ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണം വറ്റൽമുളക് എടുക്കാൻ. ഇത് എരിവുള്ള വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ വറ്റൽമുളകെല്ലാം റോസ്റ്റായി കിട്ടും. ഇനി ഈ എണ്ണയിൽ നിന്ന് നമുക്ക് വറ്റൽമുളക് കോരി മാറ്റാം. ഇനി ഇളക്കി വരുന്ന എണ്ണയിൽ നമുക്ക് 20 ചെറിയ ഉള്ളി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സവാള എടുത്താലും മതി. ചെറിയ ഉള്ളികൾ ചെയ്തിട്ട് എടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. 2-3 കഷ്ണങ്ങളായിട്ട് മുറിച്ചിടാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ മുഴുവനെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം.
ഉള്ളി ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയം ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർക്കാം. അതുപോലെ തന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ മുറിച്ചിട്ട് കൊടുക്കാം. പുളി കൂടി പോകാതെ ഒരു ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്താൽ മതി. ഉള്ളിയെല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ചിരകിയെടുത്ത തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് ഫുള്ളായിട്ടുള്ള തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് ചിരകിയ തേങ്ങയാണ്. ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഒരു 30 സെക്കൻഡൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ തേങ്ങ അങ്ങ് ഒരുപാട് മൂത്തൊന്നും പോകരുത്. ജസ്റ്റ് ഒരു 30 സെക്കൻഡ് ഇളക്കി കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് ചൂട് മാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത മീനിൻ്റെ ചൂട് ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി മീനിലുള്ള മുള്ള് നമുക്കെടുത്ത് മാറ്റാം. ഇപ്പോൾ മീനിൻ്റെ മുള്ളും ആ തലയുടെ ഭാഗമൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ആ തലയൊക്കെ നമുക്ക് ചവച്ചരച്ച് കഴിക്കാവുന്നത് നല്ല ടേസ്റ്റാണ്, കളയേണ്ട ആവശ്യമില്ല. ഒരു മിക്സിയുടെ ജാർ എടുക്കുക. റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ മുഴുവനായിട്ടിടണ്ട, ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അരച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവില്ലാത്ത പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 2 വരെ എടുക്കാം. 2 മുറിച്ചിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് പൗഡർ പരുവത്തിന് പൊടിക്കേണ്ട, ഈ ഒരു രീതിക്ക് പൊടിച്ചിട്ടെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വറ്റൻമുളക് ഇല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ലാസ്റ്റ് നമ്മൾ തേങ്ങ റോസ്റ്റ് ചെയ്തെടുത്തില്ലേ, ആ ഒരു സമയത്ത് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അവരവരുടെ ഇതിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചൂട് മാറാൻ വേണ്ടിയിട്ട് വെച്ച തേങ്ങ, ഉള്ളി ഒക്കെ ഇല്ലേ, പുളിയൊക്കെ, അത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നോക്കിയിട്ട് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ മീൻ ഫ്രൈ ചെയ്ത് വെച്ചതിൽ ഉപ്പ് ചേർത്തിട്ടല്ലേ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ഈ തേങ്ങയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അങ്ങോട്ട് ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കരുത്. പൾസ് ചെയ്ത് അതായത് മിക്സി നിർത്തി ഇതുപോലെ സ്പൂൺ കൊണ്ട് ഇളക്കിയിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് എല്ലാം കൂടിയിട്ട് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. ഈ ഒരു രീതിക്ക് വേണം ഒന്ന് ചതച്ചിട്ടെടുക്കുക എല്ലാം കൂടിയിട്ട്. ഇനി നമ്മൾ മുള്ളൊക്കെ മാറ്റി വെച്ചിരിക്കുന്ന മത്തി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് എല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരുപാട് അങ്ങ് പൊടിച്ചെടുക്കരുത്, തരിതരിപ്പായിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ എല്ലാം കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിക്ക് വേണം നമുക്കൊന്ന് പൊടിച്ചെടുക്കല്ല, ഇതുപോലെ ഒന്ന് ചതച്ചെല്ലാം കൂടിയിട്ട് എടുത്താൽ മതി. ഈ ഒരു രീതിക്ക് റെഡിയാക്കി എടുക്കാം. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ല പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എണ്ണ വേണോ നിർബന്ധമൊന്നുമില്ല, ലാസ്റ്റിൽ ഞാൻ ചേർത്ത് കൊടുത്തതെന്നേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതെല്ലാം കൂടിയിട്ട് കൈ വെച്ച് യോജിപ്പിച്ച് ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടെ സൈഡായിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് കുറച്ച് മതി, ഒരു ചെറിയ ഒരു ഉരുള മതി 1 പ്ലേറ്റ് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. അപ്പം അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്തായാലും മത്തി വെച്ചിട്ടുള്ള ഈ ചമ്മന്തി ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പം നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്